എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മളാണെങ്കിൽ ഇവിടെ കപ്പയ്ക്ക് അങ്ങ് വെച്ചു അല്ലേ? കുറേ നാളായി കപ്പ കഴിച്ചിട്ട്. അതെ, കപ്പ ഇന്നലെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ മേടിച്ചു. കപ്പ ഓൾറെഡി ഇത് വെന്ത് കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, വെള്ളം മാത്രം ഇട്ടിട്ട് ഇപ്പം തിളപ്പിക്കുന്നുള്ളൂ. കാരണം തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ ഉപ്പിട്ടേച്ചാൽ, അല്ലെങ്കിൽ അരപ്പിട്ട് ഇളക്കുന്ന സമയത്തായാലും ഉപ്പിട്ടേച്ചാൽ മതി. ഇപ്പോഴും ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് കടലക്കറിക്കുള്ളത് കടല വേവിക്കാൻ വെച്ചേക്കുക. അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. കപ്പയ്ക്ക് മീൻകറി നമുക്ക് എടുക്കാം. കപ്പ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? കപ്പ ഇങ്ങനെ കുഴച്ചിങ്ങനെ കഴിക്കാൻ, അതിൻ്റെ കൂടെ മീൻകറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ എന്തായാലും കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ചമ്മന്തി ആയാലും മുളക് ചമ്മന്തി ആയാലും മതി അല്ലേ? തുറന്ന് നമുക്കാണെങ്കിലേ ചീര ഒടിച്ചാലോ? ചീരയാണെങ്കിൽ നേരത്തെ, പക്ഷെ ഇതിനകത്ത് പൂവൊന്നും വെച്ചോ. ഈ ചീര ഫുള്ള് നമുക്ക് ഓടിച്ചെടുക്കാം. പൂ വന്നതൊക്കെ പൂ നമുക്ക് കളയാം. പൂ തോരൻ വെക്കത്തില്ലടാ. ഇതിനകത്താണെങ്കിൽ ഒരു പാവയ്ക്ക് വന്നായിരുന്നു, പക്ഷെ ആ പാവല് പോയി. ഇത് കണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇനി, പക്ഷെ കുറേ ഇങ്ങനെ മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇത് പാവല് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒടിച്ചെടുക്കാമേ. യെസ്, ആ സൗണ്ട് ഉണ്ടാക്കാം മോനെ. അത് വൃത്തിയാക്കണ്ട. വേണ്ട, കപ്പ മുറിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചീര അല്ലല്ലോടാ, അതിന് കുറേ കളയാനുണ്ടല്ലേ ഇജ്ജ്? പൂവെല്ലാം എന്നിട്ട് ഇത് വിത്താ കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് കറുത്ത് കറുത്തായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒടിച്ചിട്ട് ഇതിനകത്ത് തന്നെ നടക്കട്ടെ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് പറിച്ച് താഴെ എന്താ പറയുക, പിന്നെ വേറെ എന്തെങ്കിലും മരത്തിനോ അല്ലെങ്കിൽ വാഴയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് കൊടുത്തേനെ, വളമായിട്ടിട്ട് കൊടുത്തേനെ അല്ലേ? നമ്മളിതാണെങ്കിൽ ഇതിൻ്റെ ഇല എടുക്കാമല്ലോ. അതെ അതെ അതെ. അതിനകത്ത് ഒരെണ്ണം തക്കാളി ഉണ്ട് കേട്ടോ. അത് എന്താടാ? റെഡ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോ ഇത് റംബുട്ടാന്. അതതിന്റെ മണ്ട ഒടിച്ചിട്ടേരോ അവിടെ. അത്രയും കളയുണ്ടായിരുന്നു. ആ ഇല നമുക്ക് എടുക്കാൻ. നമ്മൾ ചെല്ലുമ്പോഴത്തേനും റംബുട്ടാനൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? ആണോ? ഉണ്ടായിരുന്നു, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു വവ്വാലല്ലേ? അപ്പൊ നമ്മളെങ്ങനെ വിശ്വസിക്കും? അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതിന്റെ പൂവങ്ങ് രണ്ട് പിടിയായി. അതെ, രണ്ട് തറംസിന്റെ അല്ലേ? അത് എടുക്കണം ഇപ്പം. അത് കുറെ കളഞ്ഞിട്ട് നോക്കുമ്പോഴത്തേ ഒന്നുമില്ല. ഇത് പക്ഷെ ഇതിനകത്ത് നിറച്ചുമായിട്ടുണ്ടേ അല്ലേ? ഒരു ആടിന് ഒരു നേരത്തെ തീറ്റിക്കുള്ള
അല്ലേ? അതെ, കാര്യം എന്തായാലും ഇങ്ങനെ വില കൊടുക്കാൻ ഒരു രസമുണ്ട്. ആ അതെ. എല്ലാം ചെയ്താലേ അയ്യോ ഇതിനകത്തൊരു ഇതുണ്ടായിരുന്നു. ആ എടുത്തോ, തക്കാളിയുടെ ഇതുണ്ടായിരുന്നു. അവിടെ തക്കാളി ഉണ്ടായിരുന്നു വെച്ചില്ല. അതിനകത്ത് അതെ ഞാൻ ഇത് നട്ടിട്ടുണ്ടായിരുന്നു, എന്താ ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് മാന്തി, കഴിഞ്ഞ ദിവസം ഒന്ന് എടുത്തായിരുന്നു, ഉള്ളിത്തണ്ട് എടുത്തായിരുന്നു. പക്ഷെ അന്ന് മാന്തി നോക്കിയാലേ നമുക്ക് അതിനകത്ത് വല്ലതും ഉണ്ടോന്ന്. ആ പാവല്, പക്ഷെ ആ പാവയ്ക്ക വന്നത് കണ്ടോ, വഴുക്കായി പോയി. ഉള്ളി ഇതില് അത് ഒടിച്ചിട്ട് എടുക്കാം. ഏബലേ മോനെ അവിടുന്ന് ഒരു ബേസിൻ എടുത്തോണ്ടോ മക്കളെ, ഏതെങ്കിലും ഒരു പാത്രം, ഇച്ചിരി വലിയ പാത്രം. ശരിക്കും ഉണ്ടല്ലോ ചക്കക്കുരു ചക്കക്കുരു ഇട്ട് ഓർമ്മ ചീരയും കൂടെ, പരിപ്പും ചീരയും കൂടെ ഇട്ടു. ഇതൊന്ന് കെട്ടിക്കൊടുത്തായിരുന്നെങ്കിൽ ഒക്കെ ആവോ, ഇതിനകത്തുണ്ടാവോ ഇനി? ചിലപ്പോ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നല്ലതായിട്ടാ മതി. ആ ചുമ്മാ തണലെങ്കിലും കിട്ടിയേനെ. ഇവിടെ ഇങ്ങനെ പന്തലിട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. കിട്ടാലോ വള്ളിയാണ്. എന്തേക്കളെ അയ്യോടാ. നമുക്കാണെങ്കിൽ പനിക്കുറുക്ക് ഇത് കണ്ടോ കുറേ നിപ്പുണ്ട്. അപ്പം ആണെങ്കിൽ അതിൻ്റെ ആ ഇല എടുത്തിട്ട് നമുക്ക് കഴുകി ഉണക്കാം. തണ്ട് നമുക്ക് ഉണക്കി നോക്കാം. കണ്ടോ ഇതൊക്കെ കണ്ടോ നന്നായിട്ട് അതെങ്കിൽ ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വിട്ടാലേ ഇത് വീണ്ടും അതെങ്കിൽ പൊട്ടി കിളിക്കത്തുള്ളൂ അല്ലേ? ഈ കറിവേപ്പിന് എന്തെങ്കിലും ചെയ്യണമല്ലോ ചെയ്യാ? അത്രയും മതിയായിരിക്കും. ഇപ്പൊ അത്രയും മതി, കുറച്ച് നമുക്ക് എടുക്കാം. അതെ അതെ, ഇത് മുറിച്ചു വിട്ടാലേ ആവത്തുള്ളൂ. പിന്നെ അതല്ല ചെറിയൊരു തണ്ടെടുത്തൊന്ന് നട്ട് വെച്ചാൽ അതങ്ങ് പൊട്ടിക്കിളിച്ചോളൂ. ബോഗൻവില്ല അല്ലേ? ആ പൊട്ടിക്കിളിക്കുന്നുണ്ട്. അതിന് വെയിൽ വേണം, അത് അത്യാവശ്യം വെയിൽ വേണം. ചൂട് ഭയങ്കര കൂടുമായിരിക്കും, കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത് പക്ഷെ നല്ലതായിട്ട് പോവും അല്ലേ? നല്ല രസമാണ്. കുഞ്ഞ് അതിനകത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതെന്തോ പാടുപെട്ട ഈ ഒരു ഇത് ഇങ്ങനെ പൊട്ടിക്കുഴിക്കാൻ നോക്കി. ഇതിന് നട്ടേൻ്റെ വല്ല പ്രശ്നമാണോ അതേ പരിപാലിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അല്ലേ? ഏത് ഇതൊന്ന് ഒടിച്ച് നടാറായിട്ടുണ്ടെന്ന് കേട്ടോ. ഇത് വേറെ ഇതിലോട്ട് ഒടിച്ച് നടായിരുന്നു. ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തില്ലെങ്കിൽ ഭയങ്കര പൊടിയല്ലേ അല്ലേ? ഇത് കഴുകുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ആ പായ എടുത്തോണ്ട് വരട്ടെ. ചീരയിൽ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അല്ലേ?
ഇത് ചീര ആണെങ്കിൽ അരിഞ്ഞെടുത്തേക്കുന്ന ചോപ്പറിലാണ് അല്ലേ? എളുപ്പമായിരുന്നു ചോപ്പറിലൊക്കെ. അത് കത്തിയിലും കുഴപ്പമില്ല, ആയിക്കോളും. ചിലപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം വീണ് കാണും. കടലക്കറിക്കാണെങ്കിൽ ഇതെല്ലാം ചോപ്പറിലുള്ളത് എളുപ്പമല്ലേ? അതെ അതെ, ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് എല്ലാം അടിച്ച് നമുക്ക് എടുക്കാം. നല്ല രസമുണ്ട്, ചുമപ്പും പച്ചയും. ഹോളി ഹോളി കഴിഞ്ഞു. കടലയാണെങ്കിൽ അടിച്ചെടുത്ത കുക്കറിലോട്ട് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. മുളക് പൊടി ഇട്ട്, ഗരം മസാല ഇട്ട്, മഞ്ഞപ്പൊടി വന്നെങ്കിൽ ഉപ്പ് ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കടലയിൽ അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചത് കൊണ്ട് പിന്നെ കടലയെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. അതെ, കാശ്മീരി മുളക് പൊടി അതുകൊണ്ടാണ് ഇത്രയാണെങ്കിൽ ചുമപ്പ് തോന്നുന്നത്. അധികം എരിവില്ല, അധികം ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചോപ്പ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഒരു പച്ച കളർ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതാണ് പച്ചമുളക്. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അത് കാരണം കൊണ്ട് 2 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മതി. ഇനി നമുക്ക് വെള്ളവും കടലയാണെങ്കിൽ വേവിച്ച് വെച്ചേക്കുന്ന ആ വെള്ളം ഉൾപ്പെടെ കൊണ്ടില്ല അല്ലേ? കുറച്ച് ആ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ഇളക്കാം. മുട്ടക്കറി ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരട്ടി എടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിയായി. ബീഫ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും പറ്റിയ ഗ്രേവിയെ. അതെ, ശരിയാ. ഈ വെള്ളം മതി തോന്നുന്നു, ആവശ്യത്തിനുണ്ട് അല്ലേ? നല്ല പിന്നെ ഇഡലിയുടെ കൂടെ അടിപൊളിയല്ലേ? അപ്പം തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തോരൻ. ഈ തോരൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ?